ഇൻഫോമീഡിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. നമസ്കാരം. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ ഇപ്പോൾ ഒരേ ഒരു കാര്യത്തിനായാണ് കാത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാം ഗഡു എപ്പോൾ ലഭിക്കും എന്നതാണ് ആ ചോദ്യം. ഓരോ തവണയും 2000 രൂപ വീതം ലഭിക്കുന്ന ഈ പദ്ധതിയുടെ അടുത്ത ഗഡു സംബന്ധിച്ച് നിരവധി വാർത്തകളും അഭ്യൂഹങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചിലർ അടുത്ത ആഴ്ച തന്നെ പണം ലഭിക്കുമെന്ന് പറയുന്നു, ചിലർ തീയതി ഉറപ്പിച്ചുവെന്നും അവകാശപ്പെടുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് സ്ഥിതി ഇന്ന് നമ്മൾക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രധാന പദ്ധതിയാണ്. വർഷത്തിൽ ആകെ 6000 രൂപയാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ഇത് 3 തുല്യ ഗഡുക്കളായി 2000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് DBT വഴി അയക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 13-നാണ് 22ാം ഗഡു വിതരണം ചെയ്തത്. അതിനുശേഷം 3 മാസത്തിൽ അധികം സമയം പിന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 23ാം ഗഡുവിനായുള്ള കാത്തിരിപ്പ് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. പല കർഷകർക്കും ദിവസേന അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട്. പലരും ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി വിവരങ്ങൾ നോക്കുന്നു. ചിലർ തങ്ങളുടെ ഗ്രാമത്തിലെ കൃഷിഭവനുകളിലും അക്ഷയ കേന്ദ്രങ്ങളിലുമെല്ലാം അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 23ാം ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പല തീയതികളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ഓരോ തവണയും ഗഡു വിതരണം ചെയ്യുന്നതിന് മുൻപ് സർക്കാർ വിവിധ പരിശോധനകൾ നടത്താറുണ്ട്. ഗുണഭോക്തൃ പട്ടിക പുതുക്കുക, അർഹരല്ലാത്തവരെ ഒഴിവാക്കുക, ആധാർ വിവരങ്ങൾ പരിശോധിക്കുക, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക, ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കുക തുടങ്ങി നിരവധി നടപടികൾ ഇതിന്റെ ഭാഗമാണ്. ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പണം വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ ചില കർഷകർക്ക് ഒരു സംശയമുണ്ട്. മുൻപ് ചില ഗഡുക്കൾ ജൂൺ മാസത്തിൽ ലഭിച്ചിട്ടുള്ളതിനാൽ ഇത്തവണയും ജൂൺ മാസത്തിൽ തന്നെ പണം ലഭിക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം. ഈ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇപ്പോൾ നൽകാനാവില്ല. കാരണം ഓരോ വർഷവും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ പരിശോധന നടപടികൾ വേഗത്തിൽ പൂർത്തിയാകും, ചിലപ്പോൾ കൂടുതൽ സമയമെടുക്കും. അതിനാൽ മുൻ വർഷങ്ങളിലെ തീയതി മാത്രം അടിസ്ഥാനമാക്കി ഇത്തവണ തീയതി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല. പല കർഷകരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രധാന കാര്യം KYC ആണ്. KYC പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഗഡു ലഭിക്കുന്നതിൽ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിലുള്ള ബന്ധിപ്പിക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. ചെറിയ വിവര പിശകുകൾ പോലും പണം ലഭിക്കുന്നതിന് വൈകിപ്പിക്കാൻ കാരണമാകാം. ഗുണഭോക്തൃ നില പരിശോധിക്കുന്നതും വളരെ പ്രധാനമാണ്. ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി ആധാർ നമ്പർ ഉപയോഗിച്ച് സ്വന്തം വിവരങ്ങൾ പരിശോധിക്കാം. അവിടെ പണം ലഭിച്ച ചരിത്രം, നിലവിലെ സ്ഥിതി, ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. പലപ്പോഴും ആളുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഔദ്യോഗിക വിവരങ്ങളാണ് എല്ലായ്പ്പോഴും വിശ്വസിക്കേണ്ടത്. ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യവും ശ്രദ്ധിക്കാം. രാജ്യത്ത് നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി നിലനിർത്താൻ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അർഹരായ കർഷകർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ ശക്തമാക്കുന്നത്. അതിനാൽ ചിലപ്പോൾ ഗഡു വിതരണം വൈകിയാലും അത് പദ്ധതിയുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാം. കർഷകരുടെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. കാരണം വളം, വിത്ത്, തൊഴിലാളി ചെലവ് തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ 2000 രൂപയുടെ സഹായം പോലും പല കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഗഡുവിനായും ഇത്രയധികം ആകാംക്ഷയോടെയാണ് കർഷകർ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളും മുൻകാല വിതരണ തീയതികളും പരിശോധിക്കുമ്പോൾ 23ാം ഗഡുവിനായുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ കൃത്യമായ തീയതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ശരിയാണോ, ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക.
അങ്ങനെ ചെയ്താൽ ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ തടസ്സമില്ലാതെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇപ്പോൾ ലഭ്യമായ സൂചനകൾ പ്രകാരം PM കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു ജൂൺ അവസാന വാരത്തിലോ ജൂലൈ ആദ്യ വാരങ്ങളിലോ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല. സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതിയാണ് അന്തിമമായി കണക്കാക്കേണ്ടത്. പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളോടൊപ്പം തുടരാനും മറക്കരുത്. നന്ദി, നമസ്കാരം.